നമസ്കാരം. ഇതുവരെ ചാനലിൽ ഹെൽത്ത് റെസിപ്പീസാണ് കൂടുതലും ഞാൻ കാണിച്ചിരുന്നത്. അപ്പം എന്നോട് കുറേ പേരായി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നോൺ വെജ് റെസിപ്പീസ് അല്ലെങ്കിൽ കറികളൊന്നും കാണിക്കാത്തതെന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പ്രത്യേക റെസിപ്പിയാണ്. നാടൻ കോഴി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണേ. കോഴി ഉലർത്തിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അടുപ്പിൽ ഇങ്ങനെ പറമ്പിലൊക്കെ വെച്ച് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ അടുപ്പ് നന്നായിട്ട് കത്തിച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. നേരത്തെ ഇതുപോലെ കത്തിച്ചെടുത്തപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ വീണ്ടും ഒന്ന് കത്തിച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉരുളി വെക്കാം. ഉരുളി ചെറുതാണ് എടുത്തിരിക്കുന്നത്. അത് കരി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മുടെ വാഷിംഗ് പൗഡറായിട്ടുള്ള സബീനി ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അധികം കരി പിടിക്കില്ല. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം മിളകും നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ആദ്യം മിളക് വറുത്തെടുക്കാം. മുഴുവനോടെയുള്ള ചുമപ്പുമുളകാണ് ഇത്, ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 കിലോയുടെ കോഴിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യണേ. ഇതിപ്പോൾ 15 മിളകാണ് ഞാൻ ഇടണേ, മുഴുവനോടെയുള്ള ചുമന്ന മിളക്. അപ്പം ഇനി നമുക്ക് നാളികേരമൊക്കെ വറുത്തെടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ കൂടെ മിളക് വറുത്തെടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേറെ ഇട്ട് വറുത്തെടുക്കണേ. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് ഇത് മാറ്റങ്ങൾ വരുത്താം. നമ്മളിനി ഇതിലേക്ക് കുരുമുളകും പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം എരിവ് വേണ്ടാത്തവർക്ക് ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം. ഇനി ഇത് നമുക്ക് ഇപ്പോൾ ആയി തുടങ്ങി. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കണത് നാളികേരമാണ്. ഇതിപ്പോൾ ഒരു മുറിയുടെ പകുതി നാളികേരം ഞാൻ ചിരകിയെടുത്തതാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിരുന്നു. ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ചോക്കണ വരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. മുഴുവനോടെയുള്ള മല്ലിയാണ് ഞാൻ ചേർക്കണേ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ 2 പിടി മല്ലിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലി ഒന്ന് മൂത്ത് വരണം. ഈ കറിയുടെ പ്രത്യേകത നമ്മൾ ഇതിലെല്ലാം ഇതുപോലെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. എല്ലാം മസാലകളും മുഴുവനോടെ ഇട്ട് വറുത്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല എല്ലാം മുഴുവനോടെയാണ് ചേർക്കണേ. കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ജീരകം, നല്ല ജീരകം, പിന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇത്രയും ചേർത്തു. ഇതിപ്പോൾ അതേ എല്ലാം നന്നായിട്ട് ചുമക്കണ വരെ വറുത്തെടുത്തു. നമ്മൾ ഗ്യാസിൽ വെക്കണ മാതിരിയല്ല, അടുപ്പിലാവുമ്പോൾ ഒന്ന് തീ പിടിച്ചാൽ പെട്ടെന്ന് വറുത്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിളക്. അപ്പോൾ മിളകും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരക്കൊത്താണ്. അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചെറുതാക്കി കൊത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ മുറി നാളികേരം കൊത്തിയെടുത്തതാണിത്. ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ആയി തുടങ്ങി. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയാൽ മതി, കാരണം നമ്മളിനി അല്ലെങ്കിൽ നന്നായി കരിയും. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയാണ് എടുത്തിരിക്കണേ, സവാളയല്ല. ചെറിയ ഉള്ളി
ഇതിപ്പോൾ ഒരു 1/2 കിലോ ഉണ്ടാവും. അപ്പോൾ ഇത് ചെറുതാക്കി അരിഞ്ഞതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കാട്ടാ. നന്നായിട്ട് ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയുണ്ടാവും ഒരുവിധം ചുവന്ന് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാതിരി വെളുത്തുള്ളി ഒരു കുടം എടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞെടുത്തു. ഇനി അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 6-7 പച്ചമുളക് എടുത്ത് കീറിയിട്ടുണ്ട് നടുവേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായി കൊത്തി അരിഞ്ഞു വെച്ച ചിക്കനാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 കിലോയുടെ നാടൻ കോഴി ചെറുതാക്കി ചെറിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ നാളികേരമൊക്കെ ചേർത്ത് വറുത്ത് വെച്ചത് നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട്, മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണിത് മിക്സിയിൽ. ഇത് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ആ അരപ്പ് മുഴുവൻ കിട്ടാനായിട്ട് മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തു. ഇനി അതൊന്ന് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാടൻ കോഴിക്ക് വേവാൻ കുറച്ചധികം സമയം വേണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വെന്ത് വരണത്തിന് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർത്തത്. നിങ്ങൾക്ക് പൊടിപ്പ് വേണമെങ്കിൽ പൊടിപ്പ് ചേർക്കാം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം സമയമെടുക്കും. വേവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ചധികം സമയമെടുക്കും ഇത് വെന്ത് വരാനായിട്ട്. നമ്മൾ സാധാരണ ഗ്യാസിൽ വെക്കണേക്കാളും ടേസ്റ്റ് എന്തായാലും അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും ഞാൻ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അടുപ്പിൽ കുക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ അമ്മ വീട്ടിൽ വെക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഗ്യാസിൽ വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അടുപ്പിൽ വെച്ച് ട്രൈ ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ നന്നായി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം.
അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചത് ഇളക്കി കൊടുത്തിരുന്നു. ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറായി. അപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള നെയ്യൊക്കെ മുകളിലേക്ക് ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങി. അപ്പോൾ ഞാൻ ഇത്രയും കൂടി നന്നായിട്ടിത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര മതിയെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഒന്നുകൂടി ഞാൻ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറ്റി വരുമ്പോൾ വേണം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് ഇറക്കി വെച്ചിരുന്നു അടുപ്പിൽ നിന്ന്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയോടെ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഈ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കാരണം നമ്മളിത് അടുപ്പിൽ ഉണ്ടാക്കിയെടുത്തതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അടുപ്പിൽ വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഗ്യാസിൽ ചെയ്തെടുത്താലും മതി. പക്ഷെ നമുക്കിത് കുറേ നേരം എടുക്കും ഒന്ന് വറ്റി വരാനായിട്ട്. ചെറിയ തീയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ വളർത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയ്യാറുള്ള റെസിപ്പിയാണ്, പക്ഷെ ഞാനിത് ഗ്യാസിലാണ് ചെയ്യാറ്. പക്ഷെ ഇത് അടുപ്പത്ത് ഇതുപോലെ ചെറിയ കനലിലിട്ട് ചെയ്യുമ്പോൾ അത് വറ്റിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതേ റെസിപ്പി അതുപോലെ തന്നെ അടുപ്പിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.